ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ രക്ഷിതാക്കളോടാണ്. ഈ നാട്ടിലെ നിയമം നിന്റെ ഒപ്പമുണ്ട് എന്ന ധൈര്യം മകൾക്ക് കൊടുക്കാത്ത ഒരു രക്ഷിതാവിന്റെ കരച്ചിലും എന്റെ കരളലിയിക്കുന്നില്ല. മകൾ കടുത്ത പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ടായിരുന്നു എന്നത് അവൾ മരിച്ചപ്പോൾ പൊടുന്നനെ നിങ്ങൾക്ക് കിട്ടിയ അറിവാകാൻ സാധ്യതയില്ലല്ലോ. മകൾ പീഡനമനുഭവിക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ എംബസിയിലോ ഇന്ത്യൻ ഹൈ കമ്മീഷനിലോ അതുപോലെയുള്ള ഏതെങ്കിലും സർക്കാർ ഏജൻസി വഴിയോ പരാതി സമർപ്പിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിച്ചോ? മകളുടെ നേർക്ക് തെറ്റു ചെയ്ത ഭർത്താവിനെയും വീട്ടുകാരെയും ശിക്ഷിക്കാൻ അവരെ നിയമവഴിയെ നടത്തിക്കാനുള്ള നിങ്ങളുടെ അവകാശം നിങ്ങൾ ഉപയോഗിച്ചോ? അതോ പരാതി സമർപ്പിച്ചിട്ടും ഉത്തരവാദപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും വിദേശകാര്യ വകുപ്പധികാരികളുടെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടാകാതിരുന്നതാണോ? എങ്കിൽ നീതി നിഷേധത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതല്ല, മകളുടെ പരാതി എത്ര തവണ കേട്ടിട്ടും അറിയിക്കേണ്ടിടത്ത് അറിയിച്ചില്ലെങ്കിൽ നിങ്ങളല്ലേ അവൾക്ക് നീതി നിഷേധിച്ചത്? നിങ്ങൾ തന്നെയല്ലേ അലംഭാവം കാണിച്ചത്? എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യൂ എന്നവളോട് പറഞ്ഞത് നിങ്ങളാണോ എന്നാലോചിച്ചു നോക്കണം. ഇനി ഈ നാട്ടിലാണെങ്കിൽ മകൾ പീഡനമനുഭവിക്കുന്ന വിവരം ഏതൊരു പൗരനും സ്വന്തം പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി പരാതിയായി നൽകാൻ അവകാശമുണ്ട്. അത് ചെയ്യുന്നുണ്ടോ? പരാതി വേണ്ട സമയത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് അന്തസ്സായി തൊഴിൽ ചെയ്തു ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്ക് നേരിട്ട് തന്നെ പരിചയമുണ്ട്. സാമൂഹികമായ ഉന്നത നിലയിലല്ലാതിരുന്നിട്ടു പോലും സ്വയം നീതി നേടിയെടുത്തവർ. അവളെ അവൻ തല്ലുമായിരുന്നു, അവളെ മൂത്രം കുടിപ്പിക്കുമായിരുന്നു, അവളുടെ ഗർഭം അലസിപ്പിക്കുമായിരുന്നു എന്നെല്ലാം എത്ര തവണ അവൾ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും നിയമവഴി തേടാതിരുന്ന രക്ഷിതാക്കൾ ചെയ്തതും ക്രിമിനൽ കുറ്റം തന്നെയാണ്. മകളെ വല്ലവന്റെയും തലയിൽ കെട്ടിവെച്ച് കൈ കഴുകുന്നതിന് മുന്നേ സ്വത്തും സ്വർണവും പണ്ടവും എണ്ണിക്കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും മുന്നേ രണ്ടു കൂട്ടരുടെ രക്ഷിതാക്കളും നിയമം വായിച്ച് അവകാശങ്ങളെ